ഹായ്, ഞാൻ ലീന കേട്ടോ. നമുക്കിന്ന് നമ്മുടെ ഡ്വാർഫ് പപ്പായയെ കണ്ടാലോ. ഡ്വാർഫ് പപ്പായയുടെ വിളവെടുപ്പാട്ടോ. അപ്പോൾ അതിൻ്റെ നടിയിൽ രീതിയും കൂടെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാം. പോയാലോ, വായോ. അപ്പോൾ ഇതാട്ടോ ഞാൻ കുള്ളൻ രീതിയിൽ വളർത്തിയെടുത്ത എൻ്റെ പപ്പായ, റെഡ് ലേഡിയാണ്. അപ്പോൾ ഇത് ഞാൻ ഡ്രമ്മിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇന്ന് ആദ്യമായിട്ട് പഴുത്ത പപ്പായ കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് വിളവെടുക്കുകയാണ്. ഹായ്, നല്ല രീതിക്ക് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നടിയിൽ രീതി, ഇത് എങ്ങനെയാണ് നമുക്ക് ഈ കുള്ളൻ രീതിക്ക് വളർത്തിയെടുക്കുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ റെഡ് ലേഡിക്ക് ആണെങ്കിൽ നമ്മൾ മിക്കവാറും പോട്ടിലോ ഗ്രോ ബാഗിലോ എങ്ങാനോ ആയിരിക്കും അത് മുളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളൊരു പോട്ടിലോ ഗ്രോ ബാഗിലോ മുളപ്പിച്ചെടുക്കുന്ന റെഡ് ലേഡിയെ നമ്മൾ ഇപ്പോൾ നടുന്നതിന് ഒരാഴ്ച മുന്നേ ഈ വിധത്തിൽ ചരിച്ച് കിടത്തുക. ഈ വിധത്തിൽ ചരിച്ച് കിടത്തുമ്പോൾ അത് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ വളഞ്ഞു വരും. അപ്പോൾ നമ്മൾ നടുമ്പോൾ ആ രീതിയിൽ തന്നെ ഇതുപോലെ ഗ്രോ ബാഗ് ആണെങ്കിലും പോട്ടാണെങ്കിലും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മണ്ണോട് കൂടി ഈ ചരിഞ്ഞ് കിടക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഗ്രൗണ്ടിലേക്കോ പോട്ടിലേക്കോ മാറ്റി നട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ കയ്യെത്തും വിധത്തിൽ ഇങ്ങനെ പപ്പായ പറിച്ചെടുക്കുന്ന വിധം പപ്പായ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പപ്പായ എന്ന് വെച്ചാൽ പെട്ടെന്ന് വളർന്ന് മേളിലേക്ക് വളർന്നു പോയാൽ നമുക്കത് പറിക്കാൻ പറ്റാത്ത വിധം വളരുന്ന ഒരു ട്രീ ആണ്. നമ്മളത് പ്രൂൺ ചെയ്ത് നിർത്തിയാലൊക്കെ നമുക്കത് പറ്റത്തുള്ളൂ. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കയ്യെത്തുന്ന വിധം പപ്പായ പ്ലാന്റ് വളർത്തിയെടുക്കാം. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വിശേഷം. വീണ്ടും കാണാം. ബായ്.